എനിക്ക് മഞ്ഞുരുഗങ്കാലത്തിന്റെ സമയത്ത് അതിലൊരു പ്ലേറ്റ് ഉണ്ട്, ഒരു പച്ച പ്ലേറ്റ് ഉണ്ട്. അപ്പൊ അതും കൊണ്ട് ഞാൻ നടക്കുന്ന സീൻ എനിക്ക് ഓർമ്മയുണ്ട്. 11 വർഷമായല്ലോ മോൾ ചെയ്തിട്ട്. അപ്പൊ സെറ്റിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ആര്? മനോജ് ചേച്ചിയുടെ തന്നെ ആയിരിക്കും. അത് കാരണം ഞങ്ങള് നല്ല കൂട്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ ബസ് എന്നും കേടായ മതിയല്ലോ അതെന്തിനാ എന്നും കേടാകുന്നേ? അന്നേരം അച്ഛൻ വന്ന് എന്നെ സ്കൂട്ടർ കയറ്റി കൊണ്ടുപോകല്ലോ. ഇപ്പോഴാണ് ഞാനിപ്പോ കാണുന്നത്. എനിക്കിപ്പോ കണ്ടതിന് ശേഷം ഇതിന്റെ ഓരോ സാധനവും എനിക്ക് കാണാണ്ട് ഇപ്പൊ പറ്റാണ്ടായി. എന്റെ പോലെ ചില സീനൊക്കെ കണ്ട് കരഞ്ഞു പോയി. ഇപ്പോഴും പുറത്തൊക്കെ പോകുമ്പം ആരെങ്കിലും ഓടി വരാറുണ്ട് ജാനിക്കുട്ടി എന്ന് വിളിച്ചിട്ട്? വരലുണ്ട്. മീൻസ് ഇപ്പൊ ഇൻസ്റ്റയിൽ നല്ല ഹിറ്റ് ആയതുകൊണ്ട് കുട്ടികൾ തന്നെ കുറെ പേര് വരലുണ്ട്. കലോത്സവത്തിനൊക്കെ പോയപ്പോ കുറെ പേര് ജാനിക്കുട്ടി അല്ലേ ചോദിച്ചു വന്നിട്ടുണ്ടായി. ഏകദേശം എന്റെ അടുത്ത് പറഞ്ഞു ഈ റാക്കിലിരിക്കുന്ന ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. വേറെ ഏകദേശം എത്ര ബുക്സ് വായിച്ചിട്ടുണ്ടാവും? ഒരു 1000 മീൻസ് മാഗസീൻസ് അടക്കം എല്ലാം കൂടാണെങ്കിൽ ഒരു 1000-1500 ബുക്സിന് മുകളിൽ വായിച്ചിട്ടുണ്ടാവും. ഞാൻ ഒറ്റ മോളാ. അപ്പൊ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ ഇവർ എന്റെ തിരക്കായിരിക്കും. അപ്പൊ എനിക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി എനിക്ക് റീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബുക്ക് വായന നല്ലോണം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. നമുക്കിപ്പോ ആക്ടിങ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ സമയത്തും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ലത്. ചില സമയത്ത് അൺസ്റ്റേബിൾ ആണ്, നല്ലോണം അത് റേറ്റിംഗ് കിട്ടി പോവും. അതേസമയം ചില സമയം നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ സമയത്തും പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് നല്ലൊരു റൂട്ടായിട്ട് ബേസായിട്ട് നമുക്കൊരു എഡ്യൂക്കേഷനും അതിന് പറ്റിയൊരു ജോബും വേണം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഇപ്പോഴാണ് ഞാനിപ്പോ കാണുന്നത്. എനിക്കിപ്പോ കണ്ടതിന് ശേഷം ഇതിന്റെ ഓരോ സാധനവും എനിക്ക് കാണാണ്ട് ഇപ്പൊ പറ്റാണ്ടായി. എന്റെ പോലെ ചില സീനൊക്കെ കണ്ട് കരഞ്ഞു പോയി. അപ്പൊ അതൊക്കെ സത്യത്തില് ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര അത്ഭുതവും തോന്നണം, എന്താ പറയുക, സന്തോഷവും തോന്നുന്നു. അതെ അതെ. അപ്പം ചേട്ടാ ഒരുപാട് താങ്ക്സ്. ഞാൻ വിളിച്ചു നോക്കി, എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ ഫോൺ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നുമില്ല. എന്റെ ഫോൺ എന്താ വല്ല പ്രശ്നമുണ്ടോ? അയ്യോ അല്ല, ഞമ്മടെ പിടികിട്ടാ പുള്ളിയൊന്നും അല്ല. അതല്ല, ഞാനാണെങ്കിൽ ജാനിക്കുട്ടീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേട്ടനെ വിളിച്ചു തന്നത്. എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് എന്താ ഒരു പിടുത്തം കിട്ടണില്ല. എനിക്ക് ഒന്നാമത് എന്തറിയാമോ, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് എനിക്ക് ആരെങ്കിലും വിളിച്ചിട്ട് മനോജേട്ടാ, മനോജെ അറിയോ, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ സത്യത്തിൽ എനിക്ക് മനസ്സിലാവാറില്ല. മനസ്സിലാവാൻ എനിക്ക് അസ്വസ്ഥത തോന്നും. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആരാണെന്ന് പറഞ്ഞാ പോരത്. അപ്പൊ അതാണ് എനിക്ക് പെട്ടെന്നേ എനിക്ക് പെട്ടെന്നൊരു ഇത് വരും. കാരണം അറിയാമോ, ഇത് ഞാനാണെങ്കിൽ നമ്മളങ്ങനെ എന്നെ അറിയോ എന്നൊക്കെ ചോദിക്കൂല. അപ്പൊ ഇവിടെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായി. ഞാൻ ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ് ചോദിച്ചേ. കാരണം ഇവളുടെ ശബ്ദം അപ്പാടെ മാറിയില്ലേ? അതെ അതെ അതെ, ശബ്ദം മാറി. അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. സത്യത്തിൽ എനിക്കിപ്പോ വലിയ ആഗ്രഹമുണ്ട്, ഈ മഞ്ഞുരുവങ്കാലത്തിലെ ഈ നിരഞ്ജന, ജാനിക്കുട്ടിയും വിജയരാഘവനൊക്കെ കൂടി ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതെ അതെ, നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യാം ചേട്ടാ. അപ്പൊ ഇപ്പം സെറ്റില് ഇപ്പം ആ മഞ്ഞുരുഗങ്കാലം സെറ്റ് ഇപ്പം 11 വർഷമായല്ലോ മോൾ ചെയ്തിട്ട്. അപ്പൊ സെറ്റിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ആര്? മനോജ് ചേച്ചിയുടെ തന്നെ ആയിരിക്കും. അത് കാരണം ഞങ്ങള് നല്ല കൂട്ടായിരുന്നു. പിന്നെ ജോയ്സി അങ്കിളും ബിനി വളത്തുൽ അങ്കിളും അവരുടെ എല്ലാവർക്കും ഞാൻ ഈ ചെറിയ ഏജ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ആരെടുത്ത് പോയി കഴിഞ്ഞാലും നല്ല കെയറിങ് കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഏജിന്റെ ഒന്നുണ്ടായി. പിന്നെ ഞാൻ പെട്ടെന്ന് കമ്പനിയാവും അഭിപ്രായത്തിൽ. ഇപ്പത്തെക്കാളും കുറച്ചുകൂടെ എല്ലാവരും പോയി മിണ്ടുന്നതും നല്ല ആക്റ്റീവ് ആയിരുന്നത് അപ്പോഴായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇങ്ങനെ ചുറിയുറുക്കോടെ നടക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും കമ്പനിയായി. അപ്പൊ എല്ലാവർക്കും എന്നെ നല്ല കാര്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡബ്ബൊക്കെ മോള് തന്നെയാണോ ചെയ്തത്? അല്ല, അത് വേറൊരു ഏച്ചിയായിരുന്നു എനിക്ക് വേണ്ടി ചെയ്തത്. ഡബ്ബ് ചെയ്തത് നേരത്തെ പറഞ്ഞ സീനിലെ അതിൽ ഇളയ കുട്ടിയുടെ അഭിനയിച്ച മാളവിക ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തത്. ആര്? നമ്മുടെ മാറിക്കിടക്കടി കുട്ടിപ്പിശാച് ആ ചേച്ചിയാണോ ഡബ് ചെയ്തത്? ആണോ? ഓക്കെ. എന്റെയും ആ ചേച്ചിയുടെയും വോയിസ് ആ ചേച്ചി തന്നെ ചെയ്തോണ്ടെന്ന്. രണ്ടുപേരും ഡബ് ഒരാൾ തന്നെയാണല്ലേ?
ചെയ്തത്. ഓക്കെ. അപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു ഇടം പിടിച്ച ഒരാളാണ് നിരഞ്ജന. അപ്പൊ ഇപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഓടി വരാറുണ്ടോ ജാനിക്കുട്ടി എന്ന് വിളിച്ചിട്ട്? വരലുണ്ട്. മീൻസ് ഇപ്പൊ ഇൻസ്റ്റയിൽ നല്ല ഹിറ്റ് ആയതുകൊണ്ട് കുട്ടികൾ തന്നെ കുറെ പേര് വരലുണ്ട്. കലോത്സവത്തിനൊക്കെ പോയപ്പോ കുറെ പേര് ജാനിക്കുട്ടിയല്ലേ ചോദിച്ചു വന്നിട്ടുണ്ടായി. പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മീൻസ് എൻ്റെ സീരിയലൊക്കെ കണ്ടവര് കുറെ പേര് കണ്ടു കഴിഞ്ഞാല് മീൻസ് എല്ലാവരും വരില്ല, പക്ഷെ കുറെ പേര് പറയുന്നേക്കാം, അയ്യോ അത് ജാനിക്കുട്ടിയല്ലേ പറഞ്ഞ് പുറകുന്ന് പറയുന്നേക്കാം. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്കും മീൻസ് സൗണ്ട് കേൾക്കും, നമുക്ക് ഞാൻ ഒന്ന് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നോക്കുമ്പോഴത്തേക്കും അയ്യോ നോക്കുന്നുണ്ട് പറഞ്ഞ് തലവണിക്കും. പിന്നെ അപ്പൊ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ കുറെ പേര് എൻ്റെ അടുത്തേക്ക് വരും, അന്ന് ചോദിക്കും ജാനിക്കുട്ടിയല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടേക്ക് വന്ന് ചോദിക്കും എന്നോട്. കൂടുതൽ ആരാ ഇങ്ങനെ അമ്മമാരാണോ അങ്ങനത്തെ ആരാ വരാറ് കൂടുതൽ? ഇപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾ യൂത്ത് ആയിട്ടുള്ള കുറച്ച് ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ കുറെ പേര് വരും. വരും. മുമ്പൊക്കെ ആയിരുന്നപ്പോ എല്ലാരും വരുമായിരുന്നു. കൂടുതലും ആന്റിമാരാ വന്നോണ്ടിരുന്നത്, കാരണം കൂടുതൽ സീരിയൽ കാണുന്നവർ അവരാണല്ലോ. അതുകൊണ്ട് തന്നെ കുറെ ആന്റിമാര് വന്നിട്ട് എന്നോട് സംസാരിക്കുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴും ജാനിക്കുട്ടി എന്നാണോ എല്ലാരും വിളിക്കുന്നത്? കുറെ പേര് മീൻസ് എന്നെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവർക്കും എന്റെ പേരറിയില്ലല്ലോ, അപ്പൊ എല്ലാവർക്കും ഞാൻ ജാനിക്കുട്ടി തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ സീരിയലിലാണെങ്കിൽ രത്നമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അപ്പം എനിക്ക് തോന്നുന്നു അവരായിട്ടാണ് ഏറ്റവും കൂടുതൽ വഴക്കും ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടൊക്കെ ഉള്ളത് അല്ലേ? അപ്പൊ അതിനകത്ത് ഇങ്ങനെ കമന്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയുന്ന ഒരുപാട് ഭാഗങ്ങളൊക്കെ ഉണ്ട്. രത്നമ്മയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ആന്റി ആയിട്ട് ഇപ്പോ ഇടയ്ക്ക് ഇങ്ങനെ മീൻസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, പിന്നെ ഇങ്ങോട്ടേക്ക് ഏരിയയിലൊക്കെ വരുമ്പോൾ വിളിക്കും. അല്ലാതെ മീൻസ് എല്ലാവരോടും ആ ഒരു രീതിയിലാണ് കോണ്ടാക്ട് ഉള്ളത് ഇപ്പോഴും. അതർ ദാൻ ആക്ടിങ് എന്തൊക്കെയാ മോൾക്ക് ബാക്കി ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? റീഡിങ്, വായന എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം. ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ റാക്കിലിരിക്കുന്ന ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. വേറെ ഏകദേശം എത്ര ബുക്സ് വായിച്ചിട്ടുണ്ടാവും? ഒരു 1000 മീൻസ് മാഗസിൻസ് അടക്കം എല്ലാം കൂടെ ആണെങ്കിൽ ഒരു 1000-1500 ബുക്സിന് മുകളിൽ വായിച്ചിട്ടുണ്ടാവും. ഇത് മാത്രം ഒരു 1000 ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്ങനെ എന്റെ ലൈബ്രറിയിൽ സ്വന്തമായിട്ട് തന്നെ എനിക്ക് 500-600-ലേറെ ബുക്ക് ഉണ്ട്. അപ്പൊ പണ്ട് തൊട്ടേ വായന എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് പണ്ട് തൊട്ടേ. മീൻസ് നമുക്ക് ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ അന്ന് ഈ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ബുക്ക് നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫില്. ഞാൻ ഒറ്റ മോളാ, അപ്പൊ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ ഇവർ രണ്ടും തിരക്കായിരിക്കും. അപ്പൊ എനിക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി എനിക്ക് റീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബുക്ക് വായന നല്ലോണം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. അതർ ദാൻ വായിക്കല് പിന്നെ എഴുത്ത് അങ്ങനത്തെ എന്തെങ്കിലും? എഴുത്ത് മീൻസ് എന്തെങ്കിലും അമ്മേന്റെ അടുത്ത് പറഞ്ഞല്ലോ തിരക്കഥ എഴുത്തിന് എന്തോ കോമ്പറ്റീഷൻസ് ഉണ്ട് എഴുതും, അല്ലാതെ അങ്ങനെ എഴുത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വായന എഴുത്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കലൊക്കെ ഒരുപാട് എളുപ്പമായിട്ടുണ്ടാവും അല്ലേ? സ്ക്രിപ്റ്റ് ഞാൻ പണ്ട് ഞാൻ അവിടെ പോയതുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായത്തില്, ഞാൻ ചെറിയ പ്രായത്തിലേ പോയതല്ല, അപ്പൊ എനിക്ക് അങ്ങനെ ഈ പഠിപ്പ് ഒട്ടും ഉണ്ടാവില്ല പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഒരേപോലെ വാശിയായിരുന്നു അവിടുന്ന് പോരുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് അവിടുത്തെ സ്ക്രിപ്റ്റ് വായിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഫ്രീ ടൈം കിട്ടുന്ന സമയം മൊത്തം ഇവർ രണ്ടാളും മാറി മാറി എന്നെ പഠിപ്പിക്കും. അപ്പോ ഈ അക്ഷരമൊക്കെ പഠിച്ചു തുടങ്ങുന്നത് തന്നെ അക്ഷരമാല എന്നെ പഠിപ്പിച്ചിട്ടില്ല, നേരെ വായനയിലേക്ക് എന്നെ കൊണ്ടുപോയത്. അപ്പൊ നേരിട്ട് തന്നെ ഞാൻ ഓരോ അക്ഷരം പഠിച്ചു, വായിച്ചു പോയി. എനിക്കിങ്ങനെ തുടങ്ങിയത് ഈ സ്ക്രിപ്റ്റ്, പിന്നെ ബാലരമ, ബാലഭൂമി, മിന്നാമിന്നി അങ്ങനത്തെ കുറച്ച് ചിൽഡ്രൻസിന്റെ മാഗസിൻസ് ഒക്കെ തുടങ്ങിയത്. അങ്ങനെ അത് വരുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് സ്ക്രിപ്റ്റ് വായിപ്പിച്ചു രണ്ടാളും കൂടെ. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടാളും ഉള്ളതുകൊണ്ട് എന്റെ പഠിത്തത്തിന് ഒട്ടും പുറകോട്ടില്ല. രണ്ടാളും അധ്യാപകരാണ്. അതുകൊണ്ട് വീട്ടിൽ എങ്ങനെയാ രണ്ടാളും സ്ട്രിക്റ്റ് ആണോ? ഭയങ്കര കൂളാണല്ലേ? അപ്പം ഇവര് രണ്ടാളും സ്റ്റഡീസിനൊക്കെ എനിക്ക് തോന്നുന്നു അമ്മയും അച്ഛനും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? മീൻസ് സീരിയല് കഴിഞ്ഞപാടെ ഞാൻ പൂർണ്ണമായിട്ട് വിട്ടതിന് ശേഷം വരുന്നത് JMUP-യിലേക്കാണ്. അപ്പൊ അവിടുന്ന് ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഈ കലോത്സവത്തിലേക്കുള്ള എല്ലാ സപ്പോർട്ടും അവിടുത്തെ ടീച്ചർമാർ തന്നോണ്ടിരുന്നത്. ശാസ്ത്രോത്സവത്തിലാണെങ്കിലും കലോത്സവത്തിലാണെങ്കിലും എനിക്ക് ഫസ്റ്റ് ബേസ് ആയിട്ട് തന്നെ ഒരു നല്ലൊരു സപ്പോർട്ടിങ്ങും അതിന്റെ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ JMUP ടീച്ചേഴ്സ് ആയിരുന്നു. പിന്നെ ഇപ്പൊ സെന്റ് മേരീസിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ടീച്ചർ അതിന് ഇരട്ടി സപ്പോർട്ടാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും. പിള്ളേരോടായിട്ടുള്ള എല്ലാവരും ടീച്ചേഴ്സ് മുക്കാലും വരില്ല, എല്ലാവരും തന്നെ നല്ല കമ്പനിയാണ്. അപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ തന്നെ എൻ്റെ എല്ലാ കാര്യത്തിനും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നവരാണ് ടീച്ചേഴ്സ് അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി മഞ്ഞുരുകും കാലം, മാളൂട്ടി എന്ന സ്വന്തം ജാനി, ഇത് കഴിഞ്ഞിട്ട് പിന്നെ അധികം ജാനിക്കുട്ടീനെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മേജർ പ്രൊജക്ട് വരാനുള്ളത് കൊണ്ട് കുറച്ച് നാൾ ബ്രേക്ക് എടുക്കണതാണോ എന്താണ്?
പഠിത്തം മെയിനായിട്ട് എനിക്ക് പഠനത്തിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ട്. മീൻസ് നമുക്കിപ്പോൾ ഒരു പാഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ആക്ടിങ് എന്ന് പറയുന്നത്. കുറച്ച് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആക്ടിങ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ സമയത്തും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ലത്. ചില സമയത്ത് Unstable ആണ്. നല്ലോണം അത് റേറ്റിംഗ് കിട്ടി പോവും, അതേസമയം ചില സമയം നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ സമയത്തും പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് നല്ലൊരു റൂട്ടായിട്ട് ബേസായിട്ട് നമുക്കൊരു എഡ്യൂക്കേഷനും അതിന് പറ്റിയൊരു ജോബും വേണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എഡ്യൂക്കേഷനിലേക്ക് മെയിൻ കോൺസെൻട്രേഷൻ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഓക്കെ, അപ്പം ജാനിക്കുട്ടി ആണെങ്കിൽ ഇപ്പം മഞ്ഞുരുക്കും കാലത്തിൽ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എൻജോയ് ചെയ്തൊരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഷോട്ട് ഏതായിരിക്കും ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്? ഇപ്പൊ ചെറുപ്പത്തിലാണ് അധികം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, എന്നാൽ ഇപ്പോഴും ആ ഒരു സീൻ ഇങ്ങനെ ചെയ്തത് ഓർമ്മയുണ്ട്, അങ്ങനത്തെ ഒരു സീൻ ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, എനിക്ക് മഞ്ഞുരുകം കാലത്തിന്റെ സമയത്ത് അതിലൊരു പ്ലേറ്റ് ഉണ്ട്, ഒരു പച്ച പ്ലേറ്റ് ഉണ്ട്. അപ്പൊ അതും കൊണ്ട് ഞാൻ നടക്കുന്ന സീൻ എനിക്ക് ഓർമ്മയുണ്ട്. പ്ലേറ്റിൽ തന്നെ ചോറ് വേണമെന്ന് പറയുന്ന സംഭവം എനിക്കുണ്ട്. എനിക്ക് അത് കഴിഞ്ഞിട്ടും ആ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് ആ സംഭവം ആ പ്ലേറ്റിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്കിപ്പോൾ സംശയമുണ്ട് അവരെന്നെ ഇഷ്ടപ്പെടുത്താണോ എന്റെ ഇഷ്ടം കണ്ടിട്ട് അവരെടുത്താണോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ആ പ്ലേറ്റ് നല്ല ഇതായിരുന്നു. ഇപ്പോഴും പ്ലേറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അയ്യോ, ആ പ്ലേറ്റ് ഒക്കെ പ്ലേറ്റ് മാത്രം. പക്ഷെ പാവ എനിക്ക് ഇപ്പോഴുണ്ട്. അത് എനിക്ക് അത് എന്റെ ഒപ്പം തന്നെ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞിട്ട് അതാണ് അമ്മ പറഞ്ഞത്, ഇവിടെ പാവയും പണ്ടത്തെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താ അതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ കാരണം? നമുക്കിപ്പോ നല്ലൊരു മെമ്മറിയാണ്. മീൻസ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ഏറ്റവും മെമ്മറബിൾ ആക്കിയ മൊമെന്റ്സ് ആണ് ആ സീരിയൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ മെമ്മറി ആയിട്ടും നമുക്ക് നൊസ്റ്റാൾജിക് ഫീൽ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്കിനി വളരുമ്പോൾ ഒരു ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് സംഭവല്ലേ, അപ്പൊ അത് സേഫ് ആക്കി വെച്ചു പറഞ്ഞു. 3.5 വയസ്സിലാണ് നമ്മൾ ജാനിക്കുട്ടീനെ കണ്ടത്. ഇപ്പൊ ആ ജാനിക്കുട്ടി 14 വയസ്സായിട്ട് ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ വന്നിരിക്കണം. അപ്പൊ ഈ 3.5 വയസ്സിൽ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തിച്ചേർന്നത്? ഓഡിഷൻ വഴി തന്നെയായിരുന്നു. പക്ഷേ ഓഡിഷനിലേക്ക് എത്തിച്ചേർന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്യാം എന്ന് പറഞ്ഞിട്ടൊരു അങ്കിള്. അപ്പൊ അങ്കിള് വഴിയാണ് ജോയ്സി അങ്കിളായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ശ്യാം അങ്കിള് എൻ്റെ ഫോട്ടോ ജോയ്സി അങ്കിൾ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞു ഒന്ന് ഓഡിഷന് വന്നോ പറഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് എന്നെ എടുക്കുക ചെയ്തത്. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തിയത് അല്ലേ? പിന്നെ ബാക്കി ചെയ്ത റോൾസ് ഒക്കെ ആണെങ്കിൽ ഓഡിഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു? അത് എനിക്ക് അങ്ങനെ കൃത്യം അറിയില്ല. മീൻസ് അത് ഓഡിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി ഡയറക്റ്റ് കാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അതല്ല, ഇപ്പം എന്ന് സ്വന്തം ജാനി ചെയ്തല്ലോ, മാളൂട്ടി ചെയ്തു, അതിനകത്തൊക്കെ ഓഡിഷൻ വഴിയല്ലല്ലോ? അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്ത് നേരിട്ട് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഓഡിഷൻ അല്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സീനിയർ ആർട്ടിസ്റ്റുകളെക്കാട്ടിലും പേയ്മെന്റ് കൊടുത്തിട്ടാണെങ്കിൽ വേറെ സീരിയൽസിലോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത്രയും ഇമ്പാക്റ്റ് ആണ് ആ ഒരു ഫസ്റ്റ് സീരിയലിൽ തന്നെ കിട്ടിയത്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിലും ജാനിക്കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാനൊരു സ്ഥിരം പ്രേക്ഷകരായിരുന്നു, ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഇപ്പോഴും ഈ ഒരു ഇടയ്ക്ക് റീൽസ് ഒക്കെ വൈറലാകുമ്പോൾ നമുക്കാണെങ്കിൽ ഇത് കാണാൻ നല്ല ഇതാണല്ലോ, പണ്ട് കണ്ടാൽ പറ്റും, മറന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പോഴും കണ്ടപ്പോൾ എനിക്ക് ജാനിക്കുട്ടിയുടെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. Thank you the same. You also so much. Thank for me coming here. Like I was really confused. Like what will I say? So ശരിക്കും പറയാൻ നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് തന്നെ നല്ല താങ്ക്സ് എനിക്ക് പറയണമെന്നുണ്ട്. ഓക്കെ, താങ്ക് യു.